ഹായ്, ഇന്നിതാ കട്ടൻ ചായയിലാണ് നമ്മൾ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് SPCൻ്റെ ഡ്യൂട്ടിയുള്ള ദിവസമാണ്. ഇന്ന് കുട്ടികൾക്ക് ഫുഡ് വേണം. 8ാം ക്ലാസ്സിന് വേണ്ട, 9ാം ക്ലാസ്സിന് മാത്രം മതി. അതായത് ചെറുപയർ കറി നൂൽപുട്ടുമാണ് കേട്ടോ. 45 കുട്ടികൾക്കുള്ള ഫുഡാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇഡ്ഡലി നൂൽപുട്ടൊക്കെയാണ് നമ്മൾ 3 വെച്ചുണ്ടാക്കണം. മക്കൾക്ക് വയറൊന്നും അറിയില്ലല്ലോ, ദോശ പോലെ അല്ലല്ലോ. എന്നാൽ നൂൽപുട്ട് 3 വെച്ചുണ്ടാക്കുമ്പോൾ 120 വേണം. അന്നേരം 120 നൂൽപുട്ട് ഉണ്ടാക്കണം. അന്നേരം ഇഡ്ഡലി ചെമ്പുണ്ട്, 2-3 ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് വേഗം ഗ്യാസിലും അടുപ്പിലും കൂടെ വേഗം ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുക. അന്നേരം 10 മണിയാകുമ്പോൾ കൊടുത്താൽ മതി. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് മക്കൾക്ക് 12 മണി വരെ ക്ലാസ് ഉണ്ട്. അന്നേരം 10 മണിക്ക് സാറ് വരാമെന്നാണ് പറഞ്ഞത്. അന്നേരം ഞാനത് അങ്ങനെ കുറച്ച് താമസിച്ച് എണീറ്റ്. കുഞ്ഞാപ്പൂ അന്നേരം എണീറ്റ് വന്നു. ഞാൻ കുറച്ചൊന്ന് പണിയൊക്കെ ആക്കി വരുമ്പോഴത്തേക്കും കുഞ്ഞാപ്പൂ എണീറ്റ് വന്നത്. താഴെ ഇരിക്കില്ല ഇന്ന് ഭയങ്കര ചീമൂടാണ്. രാവിലെ എണീറ്റ് വന്നതേ കയ്യിലിരിക്കണം. അന്നേരം കുറച്ച് നേരം അങ്ങനെ എടുത്തൊക്കെ ഇരുന്നിട്ട് ഞാൻ പതുക്കെ എന്തെങ്കിലും കടി എന്തെങ്കിലും കൊടുത്തിട്ട് അവിടെ ഇരുത്താറുണ്ട്. കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം ഒരു കേക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പതുക്കെ ഇരുന്നതാണ്. അന്നേരം അവൾക്കൊരു കേക്ക് കൊടുത്ത് പതുക്കെ സോപ്പിട്ട് ഓരോ വർത്താനവും പറഞ്ഞിട്ട് മേശയിൽ തന്നെ ഇരുത്തി. എന്നിട്ടാണ് ഞാൻ ചെറുപയറിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ കഴുകിക്കൊണ്ടുവന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ച് വെച്ച് തേങ്ങ പൊട്ടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അന്നേരം തേങ്ങ വെള്ളം വേണം പറഞ്ഞപ്പോൾ മധുരമുണ്ടോ നോക്കിയിട്ട് കൊടുത്തത്. കുടിച്ചിട്ടും ഇല്ല, അവിടെ തന്നെ വെച്ചിട്ട് പോയി. ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. കട്ടൻ ചായയിലാണ് ഇപ്പോൾ കേക്ക് മുക്കി തിന്നുന്നത്. അന്നേരം ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് വേഗം അരിഞ്ഞ് നോക്കട്ടെ. നേരത്തെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് വേണം ചെറുപയർ വേകുമ്പോഴത്തേക്ക് ഉള്ളി അരിഞ്ഞ് വെച്ച് തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം എളുപ്പമായല്ലോ വിചാരിച്ചിട്ടാണ്. അന്നേരം ചോറുണ്ട് അടുപ്പത്ത്. ചോറായിട്ട് വേണം എനിക്ക് നൂൽപുട്ടിനുള്ള വെള്ളം തിളപ്പിക്കാൻ. അടുപ്പത്ത് വെച്ച് കുഴക്കൽ നടക്കൂല. അന്നേരം ഞാൻ ആ വെള്ളം ആദ്യം തിളപ്പിച്ചിട്ട് പൊടിയിലേക്ക് ഒഴിക്കാൻ വിചാരിച്ചിട്ട്. ആ കുഴക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നൂൽപുട്ടിൻ്റെ. അതൊരു മയമായിട്ട് വരണ്ടേ. എത്ര നല്ല തിളച്ചോളം ഒഴിച്ചാൽ നമ്മൾ കുഴച്ചെടുക്കും പോലെ ഉണ്ടാവുമല്ലോ നൂൽപുട്ട്. അന്നേരം എൻ്റെ ഇടയിൽ കൂടെ മക്കളൊക്കെ എണീച്ച് വന്നിട്ട് അവരവരെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരത്തേക്കും കുക്കർ വിസിലടിച്ച് ചെറുപയർ വെന്ത്. ഞാൻ വേഗം വാട്ടാൻ വേണ്ടി വെച്ചതാണ് ഉള്ളി. ഞാൻ തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചെറിയ ജീരകവും മഞ്ഞളും കൂടി ഇട്ടിട്ടാണ് അരക്കുക. അന്നേരം ചെറിയ ഉള്ളി ഇല്ല. അന്നേരം വെളുത്തുള്ളിയും ചെറിയ ജീരകവും മഞ്ഞളും കൂടിയാണ് തേങ്ങേൻ്റെ കൂടെ അരച്ചത്. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അന്നേരം അതങ്ങനെ അരച്ച് കൂട്ടി ഇതെല്ലാം കൂടെ വാട്ടിയിട്ട് കഴിഞ്ഞാൽ കറി വേഗം ആവുമല്ലോ ചെറുപയറായതുകൊണ്ട്. അന്നേരം ഉള്ളി വാടുന്ന നേരം കൊണ്ട് വേഗം തക്കാളി മുറിച്ചതാണ്. അന്നേരം അടുപ്പിൽ വെള്ളം തിളക്കിയിട്ടുണ്ട്. അന്നേരം ഇതൊന്ന് കൂട്ടി വെച്ചിട്ട് പൊടി കുഴയ്ക്കാൻ വിചാരിച്ച് നിൽക്കാൻ കേട്ടോ. കുഞ്ഞാപ്പൂന് ഒരുവിധം സോപ്പിട്ട് താഴെ ഇറക്കി വിട്ടിട്ടുണ്ട്. അന്നേരം തേങ്ങ മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ മൂത്രം ഒഴിപ്പിക്കാനെല്ലാം തന്നെ പോകുന്ന ആളാണ്. ഇന്നിപ്പോൾ ഞാൻ തന്നെ കൊണ്ടുപോകണം എന്നുള്ള വാശിയുണ്ട്. അതിന് ഷാണ് രാവിലെ പോകേണ്ടതുകൊണ്ട് വേഗം ചോറും കറി ആക്കാണ്ടും പറ്റില്ല. എന്ന് വെച്ചാൽ വേഗം ചോറ് വെച്ചാൽ ഇതിനകത്ത് നിന്ന് ലേശം കറി എടുത്തിട്ട് മുപ്പരിക്ക് വേഗം കൊടുക്കാമല്ലോ വിചാരിച്ച്. കുട്ടികൾക്ക് സ്കൂളിലാത്തതുകൊണ്ട് അവർക്ക് പിന്നെ രാവിലെ താമസിച്ച് മതി. എന്തെങ്കിലും ബേക്കറിയും കൂട്ടി ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ കുറച്ച് താമസിച്ച് 8-9-10 മണി ആയാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല. അന്നേരം അങ്ങനെ അതൊക്കെ പോകാൻ വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അന്നേരം പൊന്നു എണീറ്റ് വന്ന് കട്ടൻ ചായ കുടിക്കേണ്ടത്. ആ ചെറുപയർ എനിക്ക് ഒറ്റയ്ക്ക് കലത്തിലേക്ക് കുടയാൻ പറ്റില്ല. വലിയ പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കലത്തിലാണ് കേട്ടോ കറി കൂട്ടുന്നത്. കുക്കറിൽ കൂട്ടാൻ തികയില്ല, നിറഞ്ഞിരിക്കുകയാണ് കുക്കർ. ചെറുപയർ വെന്തപ്പോൾ 1.5 കിലോൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അരപ്പ് കൂട്ടിയിട്ട് ഗ്യാസിൽ തന്നെ തിളപ്പിക്കാൻ വെക്കണം. വിറകില്ല. വിറക് ഞങ്ങളെ പറമ്പിൽ കുറച്ച് വിറകുണ്ട്. അപ്പോൾ ചെതൽ പിടിച്ചിനൊന്നും പോലും അറിയില്ല കേട്ടോ. അങ്ങോട്ട് പോകാത്തതുകൊണ്ട് ഒന്നും അറിയുന്നില്ല. അതായത് വാട്ടിയതും എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് നല്ലോണം ഉപ്പിട്ട് മിക്സാക്കി ഇനി അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചാൽ മതിയല്ലോ. നേരത്തേക്ക് അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഗ്യാസ് എപ്പോൾ തീരാന്നറിയില്ല. ഇനി ഒരു കുറ്റി ഉണ്ട്, നിറച്ചിട്ടുമില്ല. അതായത് ഇതിങ്ങനെ ഉള്ളതുകൊണ്ട് ഗ്യാസും വേഗം തീരും. എല്ലാം നമ്മൾ അതിന്മേൽ തന്നെ ആക്കല്ലേ. ഇതിപ്പോൾ 2-3 ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് വേണം വേഗം ആക്കിയെടുക്കാൻ. അതായത് ആ പൊടി കുഴയ്ക്കണം കേട്ടോ. ഉപ്പിട്ട് നല്ലോണം ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ പൊടിയിൽ. പിന്നെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുഴയ്ക്കണം. പൊടി ഒന്ന് വെന്ത് കിട്ടിയാലല്ലേ ഒരു മയം ഉണ്ടാവുള്ളൂ നൂൽപുട്ടിന്. അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല നൂൽപുട്ട്. പൊടി കുഴന്നല്ലെങ്കിൽ നൂൽപുട്ട് ഒരു സുഖം ഉണ്ടാവില്ല. അതായത് നമ്മളെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടോ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതായത് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ